നിങ്ങളുടെ PF എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ 5 സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ PF വിഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നിങ്ങൾ ഒഫീഷ്യൽ EPFO വെബ്സൈറ്റിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ UAN പാസ്വേഡ് അതിൽ ക്യാപ്ച എൻ്റർ ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്യുക. ഇനി സ്റ്റെപ്പ് 2 മാനേജിലേക്ക് പോവുക. എന്നിട്ട് KYC, എന്നിട്ട് നിങ്ങളുടെ KYC വെരിഫൈഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈഡ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഇനി സ്റ്റെപ്പ് 3 ഓൺലൈൻ സർവീസസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്ലെയിം. ഇപ്പോൾ ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഇനി സ്റ്റെപ്പ് 4 നിങ്ങളുടെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് റീകൺഫേം ചെയ്യുക. ദെൻ പ്രൊസീഡ്. ഇനി സ്റ്റെപ്പ് 5 നിങ്ങൾ ഫുൾ വിഡ്രോവൽ ആണോ അല്ലെങ്കിൽ പാർഷ്യൽ വിഡ്രോവൽ ആണോ അല്ലെങ്കിൽ പെൻഷൻ വിഡ്രോവൽ ആണോ ഇതനുസരിച്ച് നിങ്ങൾ ക്ലെയിം ടൈപ്പ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അഡ്വാൻസ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്, അതായത് നിങ്ങളുടെ പേർപ്പസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അപ്രൂവലിനായിട്ട് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഫൈനലി ഏസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യാം. ഇനിയിപ്പം 5 വർഷം കംപ്ലീറ്റ് ചെയ്യും മുമ്പ് നിങ്ങൾക്ക് ഒരു 50,000 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ 10% TDS ഡിഡക്ട് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാനായിട്ട് EPFO പോർട്ടലിൽ നിങ്ങൾക്ക് ഫോം 15G അല്ലെങ്കിൽ 15H സബ്മിറ്റ് ചെയ്യാം. സോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താഴെ നിങ്ങൾ PF എന്ന് കമന്റ് ചെയ്യാം.